നമസ്കാരം. ഹണി ഡ്രോപ്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തേനീച്ച കർഷക പരിശീലന കേന്ദ്രത്തിലേക്കാണ്. നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മുൻപത്തെ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കയറി കാണുക. അപ്പം ഇവിടുത്തെ പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിവിടുത്തെ സാറിനോടൊന്ന് ചോദിക്കാം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് തോമസ് കുട്ടി എന്നാണ്. ഞാൻ ഈ റിസർച്ച് സെൻ്ററിൻ്റെ റിസർച്ച് ഡയറക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തേനീച്ച വളർത്തുന്ന കർഷകരുടെ ഒരു പരാതിയാണ് തേനീച്ചകളെ കൂടുപേക്ഷിച്ച് പോകുന്നുണ്ട്. അവരിപ്പോൾ വളരെ ആശിച്ച് വളർത്തുമ്പോൾ പിന്നെ കൂട്ടിന്നും അത് പോകുന്നുണ്ട്. അങ്ങനെ പോകാനുള്ള ഒരു കാരണം അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തേനീച്ച വളർത്തുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് തേനീച്ചകൾ കൂടുപേക്ഷിച്ച് പോകും. പ്രത്യേകിച്ച് ഞൊടിയൽ തേൻ. സാധാരണയായിട്ട് ചെറുതേനീച്ച കൂടുപേക്ഷിച്ച് പോകാറില്ല, കാരണം അതിൻ്റെ അകത്ത് റാണി പറക്കാറില്ല. എന്നാൽ ഞൊടിയൽ തേനാണെങ്കിൽ അത് കൂടുപേക്ഷിച്ച് പോകും. അതിന് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് തേൻ ശേഖരിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ പരിസരത്ത് നിന്ന് ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്താണ് ഈ കൂട് നമ്മൾ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കൂടുപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ സംഗതി, കൂടുപേക്ഷിച്ച് പോകുന്നത് വല്ല പ്രാണികൾ, ഉറുമ്പുകൾ അതുപോലെയുള്ള ജീവികളെങ്ങാനും ഈ കൂട്ടിൽ വന്ന് കയറിയിട്ട് അതിൻ്റെ മുട്ടയും പിന്നെ ഈച്ചയും അത് നശിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവർ കൂടുപേക്ഷിച്ച് പോകും. മൂന്നാമത്തേത് കൂടുപേക്ഷിച്ച് പോകാൻ സാധ്യതയുള്ളത്, നമ്മൾ വെക്കുന്ന കൂടിൻ്റെ അടുത്ത് വല്ല തൊഴുത്തോ ദുർഗന്ധമോ അതുപോലെ തന്നെ പിന്നെ പുകയോ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും അവർ കൂടുപേക്ഷിച്ച് പോകും. അല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും തേനീച്ചകൾ കൂടുപേക്ഷിച്ച് പോകുകയില്ല. എന്നാൽ കൂടിൻ്റെ അകത്ത് രോഗം വന്നാലും തേനീച്ചകൾ കൂടുപേക്ഷിച്ച് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തേനീച്ച കൃഷി ആരംഭിക്കുന്നതിന് മിനിമം എത്ര കോളനികൾ നമുക്ക് ആവശ്യമുണ്ട്? തേനീച്ച കൃഷി നമ്മൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും മിനിമം, അതായത് ഒരു കോളനി ഉപയോഗിച്ച് തേനീച്ച കൃഷി ചെയ്യുന്നതാണ് നല്ലതും ലാഭവും. കാരണം ചിലർ ഈ തേനീച്ച കൃഷിയെക്കുറിച്ച് ഒരു ചെറിയ അറിവ് കിട്ടിക്കഴിയുമ്പോൾ 10 or 50 കൂട് വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ട് കൃഷി ചെയ്യാൻ നോക്കും. അവർക്ക് ആ തേനീച്ചയുടെ നേച്ചറൊക്കെ കൂട് തുറന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയാകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ ധാരാളം ഈച്ചകൾ അവർക്ക് നഷ്ടം വരികയും അവർ പിന്നെ ഈ കൃഷിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യമേ തന്നെ കൂടുതൽ കോളനികൾ വാങ്ങിച്ചു കൊണ്ട് വെച്ച് പരീക്ഷണം നടത്തുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ അളവിൽ കൂടുകൾ വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഓരോ വർഷത്തിനെ ഡെവലപ്പ് ചെയ്ത് സെറ്റ് വിരിച്ച് ഒന്നിലധികം കൂടുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഒരു കോളനി തുടങ്ങണമെങ്കിൽ നല്ല ഇനം തേനീച്ചകൾ വേണമല്ലോ. അപ്പോൾ നല്ല ഇനം തേനീച്ചകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതുപോലെ തന്നെ നമുക്ക് ഈ തേനീച്ചകളൊക്കെ ഈ ഹണി വാലിയിൽ നിന്ന് ലഭിക്കുമോ? നല്ല ഇനം തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും വളർത്തുന്ന തേനീച്ചയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ധാരാളം ആളുകൾ മാർത്താണ്ഡത്ത് നിന്ന് തേനീച്ച കോളനി കൊണ്ടുവന്നിട്ട് ഇവിടെ ഗവൺമെൻറ് ഏജൻസി മുഖാന്തരവും അതുപോലെ തന്നെ പിന്നെ അല്ലാതെയും കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർത്താണ്ഡത്ത് വളർത്തുന്ന ആ അന്തരീക്ഷത്തിൽ ആ സാഹചര്യത്തിൽ വളരുന്ന ഒരു തേനീച്ച പെട്ടെന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ അതിൻ്റെ ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ജീവിത രീതിക്ക് പെട്ടെന്ന് മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നാൽ ആ തേനീച്ച ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ ഹണി വാലി ചെയ്യുന്നത് തേനീച്ച വളർത്തുന്നത് മൊത്തം പത്തനംതിട്ട ജില്ലയും അതുപോലെ തന്നെ ഈ പരിശീലന കേന്ദ്രത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായി വരുന്ന ഈച്ചകളാകുമ്പോൾ നമ്മുടെ ഈ പരിസരവുമായിട്ട് ഇണങ്ങിയ ഈച്ചകളായിരിക്കും. അവ പെട്ടെന്ന് പോകത്തുമില്ല. ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവയ്ക്ക് ജീവിക്കാനും പറ്റും. അതുകൊണ്ട് ഒരു തേനീച്ച കർഷകന് ഒരു തേനീച്ച കോളനി തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ആ കോളനി വയ്ക്കാൻ സാഹചര്യമുള്ള സ്ഥലത്ത് സമീപത്ത് നിന്ന് ഏകദേശം അടുത്ത ആ ജില്ലയിലുള്ള സ്ഥലത്ത് നിന്ന് തേനീച്ച കോളനി വാങ്ങിച്ചു വെക്കുന്നത് ആണ് ഉത്തമം. വളരെ ദൂരെ നിന്ന് കൊണ്ടുവരുന്ന തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വളരെ ദൂരെ നിന്ന് കൊണ്ടുവരുന്ന തേനീച്ച കോളനി കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് മെച്ചം. സാറ് പറഞ്ഞായിരുന്നല്ലോ ഒരു തേനീച്ച കർഷകൻ അത് ആരംഭിക്കുന്നത് ഒരു
കോളനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. അത് നമുക്ക് അതിൽ നിന്നും എത്ര കൂട് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അതായത് നമ്മൾ കൃഷി ആരംഭിക്കുമ്പോൾ നമ്മുടെ പരിശീലനം ചെറുതായിട്ട് ഒരു 3 ദിവസത്തെ പരിശീലനം എടുത്തിട്ട് നമുക്ക് ഒരു കോളനിയിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ ഒരു കോളനിയിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ ഇതിൻ്റെ വളർച്ചാ കാലത്ത്, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ ഇതിനെ സെറ്റ് പിരിക്കാൻ പറ്റും. ഒരു കോളനിയെ നമുക്ക് ആദ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ അവയെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു കോളനിയിൽ നിന്ന് ഒരു വർഷം ഒരു 4 കോളനിയോ 5 കോളനിയോ ഒക്കെ നമുക്ക് സെറ്റ് പിരിച്ചെടുക്കാൻ സാധിക്കും. ആ കോളനി നല്ല സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ 8 വരെ കൂടുകൾ പിരിച്ചെടുക്കാൻ ഒക്കുമെന്നുള്ളതാണ് ശരിയായ വാസ്തവം. പക്ഷെങ്കിൽ എല്ലാ കോളനിയൊന്നും ഒരേ സ്ട്രെങ്ത് കിട്ടത്തില്ല. അപ്പോൾ എല്ലാ കോളനിക്കും ഈ ഒരേ തത്വം ഉപയോഗിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തുമില്ല. കോളനിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് അതിനെ സെറ്റ് പിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഈ തേനീച്ച മുട്ടയിടുമ്പം അതിനകത്ത് റാണി കാണുമല്ലോ, അങ്ങനെയല്ലേ നമ്മൾ ഈ സെറ്റ് പിരിക്കുന്നത്? അപ്പോൾ ഒരു പ്രാവശ്യം മുട്ടയിടുന്നതിൽ തന്നെ എത്ര റാണികൾ കാണും? ഒരുപാട് കാണുമോ, അതോ ഒരെണ്ണേ കാണത്തുള്ളൂ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? അങ്ങനെ റാണി ഓരോ പ്രാവശ്യമായിട്ടല്ല മുട്ടയിടുന്നത്. റാണി ദിവസവും മുട്ടയിട്ടുകൊണ്ടേയിരിക്കും. അത് അതിൻ്റെ ക്ഷാമകാലത്ത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണെങ്കിൽ റാണി വളരെ കുറഞ്ഞ അളവിലേ മുട്ടയിടത്തുള്ളൂ. ദിവസവും ഒരു 10, 25, 50 മുട്ടയൊക്കെ ഇടത്തുള്ളൂ. എന്നാൽ അതിൻ്റെ ഉൽപ്പാദന കാലത്ത് വരുമ്പോൾ ഏകദേശം ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി സമയങ്ങളിൽ റാണി ഒരു 1000, 1500, 2000 മുട്ടയൊക്കെ ഒരു ദിവസം ഇടും. ഇങ്ങനെ ഇടുന്ന മുട്ടയ്ക്കകത്തു നിന്നാണ് റാണി ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ആണീച്ച ഉണ്ടാകുന്നതും വേലക്കാരി ഈച്ച ഉണ്ടാകുന്നതും. അത് വേലക്കാരി ഈച്ചയാണ് ഇതെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ റാണി ഇടുന്ന മുട്ടയെല്ലാം ഏകദേശം പെണ്ണീച്ചയ്ക്ക് വേണ്ടിയോ വേലക്കാരി ഈച്ചയ്ക്ക് വേണ്ടിയോ ഇടുന്ന മുട്ടയെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ വേലക്കാരി ഈച്ചകളാണ് ഇവയെ റാണിയായിട്ട് സെലക്ട് ചെയ്തിട്ട് അവയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് പരിശീലന സമയത്ത് അതിനുള്ള അറിവ് കിട്ടും. ഇപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് പറഞ്ഞാൽ കൂടുതലായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് പരിശീലന സമയത്തുള്ളവർക്ക് വേണ്ടി അതെങ്ങനെയാണ് റാണി സെല്ലുണ്ടാവുന്നത്, റാണി സെല്ല് എങ്ങനെയാണ് വിരിയുന്നത്, അത് സെറ്റ് പിരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇതുവരെയും തേനീച്ചയെ പറ്റിയും തേനീച്ചയിൽ നിന്നും തേനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളെയും ഹണിബാലിയെ പറ്റിയും എല്ലാം വളരെയധികം വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്തു. നമ്മുടെ ഹണിബാലിയുടെ റിസർച്ച് ഹെഡായ ശ്രീ തോമസ് കുട്ടി സാറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ചാനലിൻ്റെ പേരിൽ നന്ദി ഒരുപാട് രേഖപ്പെടുത്തുന്നു. ഇനി എന്തെങ്കിലും തേനിനെ പറ്റിയും അതുപോലെ തന്നെ ഹണിബാലിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പിന്നെ അതിനെപ്പറ്റി നമുക്ക് സാറിനോട് ചോദിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതേപോലെ തന്നെ ഇവിടെ വരുവാനും അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനും ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ, ഹണിബാലിയുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ സാറിനെ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ സൂൺ.